ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കാദർ കരിപ്പടി എന്ന് പറയുന്ന ക്രിമിനലിന്റെ കുൽസിതത്തെ പറ്റിയാണ്. കാരണം കുറച്ച് വീഡിയോ ക്ലിയറായി കണ്ടിട്ട് എന്റെ കിളി തന്നെ പോയി. സത്യമല്ലോ, അത് കണ്ടിട്ട് എന്റെ കിളി തന്നെ പോയി. അത് നമുക്ക് ആ വീഡിയോ ദൃശ്യത്തിൽ ചെറിയൊരു പാർട്ട് ഞാൻ കാണിച്ചു. കാണിക്കാൻ പറ്റില്ല, കുഞ്ഞു മക്കളെ റെസ്ട്രിക്ഷൻ കിട്ടും. ഇങ്ങോട്ട് കേൾക്കുക. രോമത്തിൽ നീ ഒന്ന് വിചാരിച്ചാൽ തൊടാൻ വേണ്ടി പറ്റില്ല. വെല്ലുവിളിക്കുകയാണ് കാദർ കരിപ്പടി. മുണ്ട് മുണ്ട് നീനുണ്ട്, എനിക്ക് പരിചയമൊന്നുമില്ല, ഞാൻ മുണ്ടില്ല. അതല്ല, ഉടുതുണി ഉടുതുണി. ഞങ്ങൾ വിശ്വസിക്കണം കേട്ടോ. ഇതൊന്നും അങ്ങനത്തെ ഒരു മോശപ്പെട്ടൊരു പ്രവൃത്തിയിലെ സഹോദരി മാരോടാണ് പറയാൻ. സൂക്ഷിക്കുക, നിങ്ങളോട് അതൊക്കെ പറയാനുള്ളൂ. സൂക്ഷിക്കുക, അത്രേ പറയാനുള്ളൂ. ഒരു പൊത്തിലമ്പടിക്ക് PDP ചാടി, PDP SDP ചാടി, SDP ഇപ്പൊ ലീഗിലോട്ട് ചാടിയിരുന്നു. സൂക്ഷിക്കുക, നിങ്ങളായിട്ട് നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. സാക്ഷികളുടെ ഭാര്യമാരുണ്ടാവും, പെങ്ങന്മാരുണ്ടാവും, ഉമ്മമാരുണ്ടാവും, താത്തന്മാരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അപ്പൊ സൂക്ഷിക്കുക. പൊത്തിലമ്പടക്കി അവിടെ ഉണ്ട്, അവിടെ സൂക്ഷിക്കുക. അപ്പൊ എനിക്ക് രണ്ടാമത്തെ കാര്യം പറയാനെന്ന് വെച്ചാൽ, കാദർ കരിപ്പടി എങ്ങനെ വെളുപ്പിച്ചാലും നീ കാണിച്ചു കൂട്ടിയ നെറികേട് ഇല്ലാണ്ടാവില്ല. നീ നിന്നെ വിളിപ്പിക്കാൻ വേണ്ടി വന്ന് കമന്റ് ഇടുന്നു. ഒരു 2 ദിവസം കൊണ്ടായിട്ട് നിങ്ങളെ വീട്ടിൽ നിർത്താൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ? നിങ്ങളെ തുറന്നു പറയും. 2 ദിവസം കൊണ്ടായിട്ട് കാദർ കരിപ്പടി നിങ്ങളെ വീട്ടിൽ നിർത്താൻ നിങ്ങൾക്ക് സ്വഭാവം ആർക്കറിയാം? നാട്ടുകാർക്കും നിങ്ങൾക്കും അറിയാം. പക്ഷെ നിങ്ങളത് പുറത്ത് പറയുന്നില്ല. കാരണം അത് ഇസ്സത്തിന്റെ ആപ്പീസല്ലേ, ഇസ്സത്തിന്റെ നേതാവല്ലേ, ദീനപരമായ കാര്യങ്ങളല്ലേ ഇതൊക്കെ അല്ലേ. എന്താ അവന്റെ ചോദ്യ കാളക്കുറുമാലി, എന്താ അവന്റെ ചോദ്യം? ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എങ്ങനെയാണ് വരുന്നുള്ളത്? എന്റെ മൊത്തം ശരീരം കാണിച്ചു കണ്ടിട്ടുണ്ട്. ഇവനൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് രാജാവായിട്ടും നേതാവായിട്ടും തലവെക്ക് എന്താ അർത്ഥത്തിലാണെന്നാണ് എനിക്ക് അറിയാത്തത്. ഞാൻ അറിയാത്തുള്ള എന്താ അർത്ഥത്തിലാണ്. ഒന്നെങ്കിൽ എന്തെങ്കിലും നേതാവിന് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ അവനുണ്ടെന്ന് അറിയാം. എന്താണ് അവനുള്ളത്? ഈ വർഗീയത പറയുന്നതാണോ? അത് വ്യത്യാസം കാട്ടുന്നതോ? അതോ ഇതേപോലത്തെ കാര്യങ്ങൾ? ഇതൊക്കെയാണോ നിങ്ങൾ പറയുന്ന നേതാവിന് വേണ്ട ലക്ഷണങ്ങൾ? ഇത് നേതാവിന് വേണ്ടല്ലോ, ഇത് ഞരമ്പിന് വേണ്ട ലക്ഷണങ്ങളാണ്. മനസ്സിലായല്ലോ? കാട്ടു ഞരമ്പ് എന്നൊക്കെ പറയല്ലോ. ജീവിതത്തിൽ ഇന്നേ വരെ ഇതുപോലെ ഒരു നാണക്കേട് കാദറിന് ഉണ്ടായിട്ടുണ്ടാവില്ല ഉള്ള പറയാം. ഈ വീഡിയോ 2021 ലീക്കായപ്പോ പോലും കാദറിന് ഇത്ര നാണക്കേട് ഉണ്ടായിട്ടില്ല. പക്ഷെ അവൻ എങ്ങനത്തെ ഒരു നായിയാണോ അതേപോലെ മലപ്പുറം ജില്ലയിൽ മറ്റൊരു നായിയാണ് ആര്? സീക്രട്ട് ഏജന്റ്. ഈ സീക്രട്ട് ഏജന്റ് മുന്നേ തന്നെ ഞാൻ നിരപരാധം നടിച്ച് തന്നപ്പോൾ പോലും ആ ഊള ആണും പെണ്ണും കെട്ടം പിന്നെ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ട് പോലും വീഡിയോ ചെയ്തിട്ടില്ല. അപ്പൊ അവനെ പറ്റി പിന്നെ എനിക്ക് പറയാനുള്ള കാദർ കരിപ്പടി ഇതുപോലെ ഒന്ന് കാണിക്കലുണ്ട് പൊന്നാരെ. ഈ ISR ആയാലും ഇപ്പം നാസ ആയാലും വർഷത്തിൽ 2 റോക്കറ്റ് വിടും. ഈയൊക്കെ ആണെങ്കിൽ ഡെയിലി 2 വെച്ചാൽ വിടുന്നത്. ബൂസ്റ്റ് ഉണ്ടായി തരാൻ പറയും പെണ്ണുങ്ങളോട് കേട്ടോ വീട്ടിലത്തെ. അല്ലെങ്കിൽ ആരോഗ്യം നോക്കണം. ആരോഗ്യം നോക്കിയിട്ടില്ലെങ്കിൽ ഇസ്സത്തിന് വേണ്ടി പോരാടാൻ പറ്റില്ല. സൂക്ഷിക്കുക എല്ലാവരും.